ഇന്ന് വൈകിട്ടത്തെ അമ്മയുടെ സ്പെഷ്യൽ പഴംപൊരി. അപ്പോൾ നമ്മൾ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി പഴം പൊളിച്ചുകൊണ്ടിരിക്കുക. അതും മിറ്റത്ത്. അതെ, അതിപ്പോൾ നമ്മൾ മറ്റേ ഗ്യാസിൻ്റെ വീഡിയോ ഇട്ടല്ലോ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങനത്തെ പരിപാടിയെല്ലാം മിറ്റത്താം. നല്ല പഴങ്ങൾ എല്ലാവരും. അമ്മേ അമ്മ ഞാൻ കീറുന്നതായിരിക്കുന്നത്, അല്ല ഞാൻ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ നമുക്ക് അമ്മ ഉണ്ടാക്കി തരുന്നതായിരിക്കും, നമുക്കത് സൈഡിൽ ഇരുന്ന് ഹെൽപ്പ് ചെയ്യാം. നല്ലത്. അമ്മേ, പഴംപൊരിയാണോ ഏത്തക്കാപ്പാണോ? എല്ലാം ഒന്ന് തന്നെയല്ലേ? ആണോ? രണ്ടും ഒന്ന് തന്നെ. നമ്മളെന്തോ പറയുന്നത്? ഏത്തക്കാപ്പം. പക്ഷെ ചില കോമ്പിനേഷന്റെ കൂടെ പറയാൻ നല്ലത് പഴംപൊരി, ബീഫും പഴംപൊരി. എന്തായാലും ഇവിടൊക്കെ നല്ല ചൂടാണ് അല്ലേ? അകത്തും ഇരിക്കാൻ പറ്റില്ല, പുറത്തും ഇരിക്കാൻ പറ്റില്ല, കാറ്റ് പോലും ഇല്ല, ഒരില പോലും അനങ്ങുന്നില്ല. എല്ലായിടത്തും ഇതേ അവസ്ഥയാണോ? ഇവിടെ എന്തായാലും ഈ അവസ്ഥയാ. എന്തായാലും ഇവിടെ മരുഭൂമിയുമായി, ഗൾഫിലെല്ലാം മഴയുമായി. വേഗം ആട്ട്, ഇന്ന് കഴിക്കാനുള്ളതാ. അനങ്ങി അങ്ങ് ഇരിക്കുവോ. വേറൊരു കാര്യമുണ്ട്, ഏത്തക്കാപ്പം എന്ന് കേൾക്കുന്നത് ഐവിന് ഭയങ്കര ഒരു ശുഷ്കാന്തിയാണ്. ആർക്കാ ശുഷ്കാന്തി? അല്ലാത്ത രണ്ടെണ്ണം തന്നാ തിന്നും എന്നുള്ളതല്ലാതെ. അത് രണ്ടെണ്ണം നോക്കട്ടാ ശുഷ്കാന്തി. എത്രണ്ണ തിന്നുന്നേ? ഏത്തക്കാപ്പം ഞാൻ കഴിക്കാറില്ല. രണ്ടെണ്ണം ഇല്ലയോ? രണ്ടെണ്ണം കഷ്ടി. അതും അമ്മ ഇങ്ങനെ പലതായിട്ടൊക്കെ മുറിച്ചായിടുന്നു. അമ്മ ഇങ്ങനെ മറ്റേ ചിലതൊക്കെ രണ്ടായിട്ടൊരു ഒറ്റ കീറിയിട്ട് ഒരു ഏത്തക്ക കംപ്ലീറ്റ് ഉണ്ടാവും. അത് വലിയ ദുരിതമാണ്. ഇതാകുമ്പോൾ അമ്മ ഒരു 3-4 മുറിക്കും. അപ്പൊ ചെറിയ പീസുകളായിട്ട് പറക്കി തിന്നാനും ഒരു രസമുണ്ട്. അപ്പൊ നമുക്ക് ഏത്തക്കാപ്പത്തിന്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് എന്ത്? മൈദ. ഗോതമ്പൊടി വെച്ച് ഏത്തക്കാപ്പം ഉണ്ടാക്കാൻ പറ്റില്ല അമ്മ? പറ്റും, കൊള്ളത്തില്ല. ഇനി ഇതിന്റെ അകത്തോട്ട് ഉപ്പെടുത്തിടാം. എന്ത് മാത്രം? ഇത് എത്ര പേർക്കുണ്ടമ്മ? ഞങ്ങൾ 5 പേർക്കാ. അത് കഴിക്കുന്നതിനനുസരിച്ച്. അത് ഇതിൽ കൂടുതലാണെങ്കിലും ഞങ്ങൾ 5 പേര് തിന്നും. എനിക്ക് ഒറ്റയ്ക്ക് തന്നെ ഇത്ര ഞാൻ തിന്നും. അമ്മ ഉപ്പ് നോക്കാം. പഞ്ചസാര ഇടണോ അമ്മേ? വേണ്ട, എത്ര ആണ്? വേണ്ട, ഇത്ര ഇട്ടെ. മധുരമില്ലാതെ കൊള്ളത്തില്ല. എള്ള് ഇടട്ടെ അമ്മേ? എള്ളുണ്ടെങ്കിൽ ഇതിന് കാണാനൊരു ഭംഗിയാണ്. എത്ര വേണം? ഇടിച്ചിരി. അടുത്ത ജീരകം. എനിക്ക് ജീരകം ഒത്തിരി ഇഷ്ടമല്ല കടിക്കുന്നത്. മതിയോ? കുഴച്ചെടുക്കണം. കൂടിപ്പോയാൽ കുഴപ്പമില്ല, നമുക്ക് ഇച്ചിരി കൂടെ മാവ് ഒഴിച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കാൻ നേരം കുറച്ച് പൊടി കൂടുതൽ വെച്ചേക്കുന്നുണ്ട്. എല്ലാരും കളറിന് വേണ്ടി മഞ്ഞപ്പൊടി ഇടും. ശരി. കളർ ഡയറക്റ്റ് ചേർക്കുന്നവരുണ്ട്, പിന്നെ മഞ്ഞപ്പൊടി ഇടുമായിരുന്നു. അപ്പൊ ഇവന് ആ മഞ്ഞപ്പൊടി ഇടുന്നത് ഇഷ്ടമല്ല. അപ്പൊ എന്തോ കുഴപ്പമൊന്നുമല്ല. അത് തന്നെ മഞ്ഞപ്പൊടി ഇടുമ്പോ ഒരു ചെറുതായിട്ട് ഒരു കൂടുതൽ കരിവ് കാണാം. ലാസ്റ്റ് ഏത്തക്കാപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് മാവ് വെച്ചൊരു സെറ്റപ്പ് ഉണ്ടാക്കും. അതിന് കുറച്ച് മാവ് വേണമല്ലോ കൂടുതൽ. അതിന് അറിഞ്ഞോണ്ട് കുറച്ച് മാവ് കൂടുതൽ ഇടും. അതുകൊണ്ട് അവിടെ വായിൽ വെള്ളം വരുന്ന എനിക്ക് എനിക്ക് പുറത്തൊന്നും ഇപ്പൊ മേടിച്ചെടുത്തില്ല. ഈ റോഡിലൊക്കെ കാണുമ്പോ വഴിയില് വെളിച്ചെണ്ണയാണോ മണ്ണെണ്ണയാണോ എന്ത് പിണ്ണാക്കാന്ന് അറിയാത്ത കുറെ എണ്ണകൾ കാണാം. അപ്പൊ ഞാൻ മേടിച്ച് കൊടുക്കാറില്ല. അപ്പൊ അമ്മയുടെ അടുത്ത് വന്ന് പറയുമ്പോ അമ്മ പറയും സാധനങ്ങളെല്ലാം എന്റെ കയ്യിൽ കൊണ്ട് തന്നാൽ ഉണ്ടാക്കി തരാമെന്ന്. അവസാനത്തെ മാവിന് വേണ്ടി പൊടി കൂടുതൽ അങ്ങ് ഇടുക. മുഖം കണ്ടില്ല. ഇതാണല്ലേ അതിന്റെ കൺസിസ്റ്റൻസി. ശരിയും കൂടെ വേണോ വെള്ളം? അമ്മ നമ്മള് കുക്കിങ്ങിലൊന്നും ഉപദേശിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല. വല്ലാത്ത തിരക്കായിരിക്കും. ഓക്കെ, അപ്പം അമ്മ തീയൊക്കെ സെറ്റ് ചെയ്തു. ഇന്ന് നമ്മൾ നമ്മുടെ അടുപ്പെല്ലാം കുറച്ച് വേറൊരു സ്ഥലത്തോട്ട് മാറി നമ്മൾ വേറൊരു പൊസിഷനിലാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മൾ എടുത്തു പറയണം, നമ്മുടെ പാത്രം മാറിയിട്ടുണ്ട്. അതെ, നമ്മുടെ പാത്രത്തിന് ഒരു ചേഞ്ച് ഉണ്ട്. അതും ഇതൊരു പരീക്ഷണമാണ്. അതെ, പുതിയ ചട്ടിയാണ്. ജട്ടിയോ? പുതിയ ചട്ടിയാന്നാ പറഞ്ഞത്. അമ്മ സ്പഷ്ടമായിട്ട് അക്ഷരങ്ങൾ പറയണം. എന്താ കറുത്ത പോതാ? മലയാള അക്ഷരം സ്പഷ്ടമായിട്ട് പറയണം കേട്ടോ. അത് തെറ്റിപ്പോയതാ, കറുത്ത പോക. ഈ ചട്ടിക്കകത്ത് നടക്കും ഈ പരിപാടി. നോക്കാം, നടന്നില്ലെങ്കിൽ അടുത്ത ഷോട്ടിൽ നമ്മൾ വേറൊരു പാത്രത്തിൽ ഇത് മാറ്റുന്നത് കാണിക്കുന്നതായിരിക്കും. നമ്മുടെ ആദ്യത്തെ സെറ്റ് വെളിച്ചെണ്ണ ചൂടായില്ല എന്നാണ് ഇതിലൂടെ മനസ്സിലായത്. മറ്റേ ചീനി ചട്ടിക്കകത്ത് ഇടുമ്പോൾ ഉള്ള ഒരു ഒരു ശബ്ദം അങ്ങോട്ട് വരുന്നില്ല, എന്താണോ എന്തോ. കളറില്ലാത്തതിന്റെ ഒരു കുറവുണ്ടോ? അമ്മയുടെ പരീക്ഷണം വിജയിച്ചെന്നാണ് അമ്മ പറയുന്നത്. പക്ഷെ പഴംപൊരിക്കകത്ത് പഴവേ ഉള്ളൂ, പൊരിയില്ലെന്ന് തോന്നുന്നു. അടുത്തതിന് ശരിയാക്കാം, ശരിയാകുമായിരിക്കും. ഇല്ലെങ്കിൽ ഇത് ഞാനങ്ങോട്ട് ചീനിച്ചട്ടി എടുത്ത് വെക്കും, അടുത്തത് ഇടും. അത് പാത്രത്തിന്റെ കുഴപ്പമില്ല, അത് മാവിന്റെ പ്രശ്നമാണ്, പൊരിയില്ലാത്ത. വെള്ളം കുറച്ചൊഴിക്കടി എന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ പലതും പറയും, അമ്മയ്ക്കല്ലോ ഇതൊക്കെ അറിയാവുന്ന. കണ്ടോ? പക്ഷെ ചട്ടി കൊള്ളാൻ തോന്നില്ലേ അമ്മേ? കുഴപ്പമില്ലെന്നാ തോന്നുന്നു. കമ്പി വെച്ച് കുത്തിപ്പൊട്ടിക്കായിരുന്നാ മതിയായിരുന്നു.
അപ്പം ആദ്യത്തെ സെറ്റ് ഏറെക്കുറെ ശരിയാക്കി എടുത്തു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ശരിയായിട്ടില്ല, നമ്മൾ അടുത്ത ശരിയാക്കണം. എന്തായാലും ഇപ്പോഴത്തെ ശബ്ദമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ തീയില്ല ഞാൻ. തീ ഇല്ലാത്തതിൻ്റെ പ്രശ്നമായിരുന്നു. ഇത് ചിലപ്പോൾ പഴംപൊരിയാവും. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ആദ്യത്തെ സെറ്റ് പോലെ അല്ല കേട്ടോ, വലിയ കുഴപ്പമില്ല. കളറൊക്കെ വന്നു. മഞ്ഞളൊക്കെ ഇടണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇച്ചിരി മഞ്ഞൾ ഇട്ടപ്പോഴാണ് കളറൊക്കെ വന്നു. ആദ്യത്തെ സെറ്റിന് ടേസ്റ്റ് കുറവൊന്നുമില്ല, നല്ലതല്ലേ? നല്ല ടേസ്റ്റ്. ഇത് കൊള്ളാം കേട്ടോ. എന്തായാലും നേരം വൈകി, പ്രകാശം പോയി. ഇങ്ങനുണ്ട്. എന്താടി വാ പുള്ളിയോടി. ചൂടാ, ഇച്ചിരി കൂടെ ചൂടാറുമ്പോൾ നമുക്ക് ആസ്വദിച്ചില്ല. നല്ലതാണ്. പഴംപൊരി പിന്നെ നമുക്ക് ഒരു വീക്ക്നെസ് ആയിപ്പോയി. കഴിച്ചത് വെച്ചിട്ട് നമ്മുടെ മണ്ണിലുണ്ടാക്കിയ സാധനം എങ്ങനെയുണ്ട്? നല്ല വലിയ അതാ കുറെ നേരം കൊണ്ട് അതും കൊടുക്കടി. അമ്മേ ചൂടില്ലല്ലോ, എന്താ ചൂട്? എനിക്ക് ചൂടുണ്ട്, അപ്പായുടെ വായിക്ക് ചൂടും തണുപ്പൊന്നും അറിയത്തില്ല. അപ്പം ഇന്നത്തെ നമ്മുടെ പഴംപൊരി വീഡിയോ ഇതായിരുന്നു. നമ്മൾ വൈകിട്ട് ചുമ്മാ ഒന്ന് പ്ലാൻ ചെയ്തപ്പം ചുമ്മാ അങ്ങ് വീഡിയോ എടുത്തേ. പിന്നെ പുതിയ ചട്ടി എടുത്തപ്പം ഞാൻ പറഞ്ഞെങ്കിൽ ആ ചട്ടിക്കകത്ത് അല്ലെ ഞങ്ങളുടെ സ്ഥിരം ചീനിച്ചട്ടിയിലായിരുന്നു ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളിതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാ. ഇതൊരു തോൽവിയല്ല, പക്ഷെ ഇതൊരു 100% വിജയം പറയാറായിട്ടില്ല. നമുക്ക് ചീനിച്ചട്ടി തന്നെ ഉണ്ടാക്കുന്നതായിരിക്കും ഇങ്ങനത്തെ വറക്കൽ ഐറ്റത്തിന് നല്ലത്, അതായിരിക്കും. മൂന്നാമത്തെ സെറ്റ് ആയപ്പോഴാണ് ഒന്ന് ശരിയായത്. ശരി, നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നോണ്ടും കൂടെ കാണും. ഈ ചട്ടി ഏറ്റവും നല്ല എന്തിനായിരിക്കും? ഈ ചട്ടി മീൻ വെക്കാന്, തോരൻ വെക്കാൻ എല്ലാത്തിനും പറ്റും. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളായിട്ടാണ്. പുറത്ത് ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ മഴ പെയ്താലും എടുത്ത് തലയിൽ കമത്താനും നല്ല. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ എപ്പോഴും. അപ്പൊ ഇനി ഇവിടെ നിന്ന് അപ്പായി ചട്ടി കമത്തുവോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളയും. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. അതുകൊണ്ട് ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ. വീണ്ടും കാണാം.